ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം തുടങ്ങിയതാണ് എനിക്ക് ഈ പ്രശ്നം. എന്താണെന്നറിയില്ല. പെട്ടെന്ന് ഒരു 9-9:30 വരെയൊക്കെ ഓക്കെ. പാറക്കുട്ടിനെ അംഗൻവാടിക്ക് അയച്ചിട്ട് വന്നതും തുടങ്ങിയതാണ്. ഒരു മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനോ അതോ ഒരു ഭയങ്കര ഒരു സങ്കടം. ഞാൻ വീഡിയോ എടുക്കണം, ലൈവ് എടുക്കണം, ഷോർട്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് കുറെ വിചാരിച്ചു കേട്ടോ. പാറക്കുട്ടി ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ പാറക്കുട്ടിനെയും അതേപോലെ ഏട്ടന്മാരെയൊക്കെ സ്കൂളിലേക്ക് അയച്ചു വിട്ട് അംഗൻവാടിയിലൊക്കെ പോയിട്ട് അവളെ കൊണ്ട് അംഗൻവാടിയിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അതെന്തോ എനിക്കിന്ന് അവളെ ആക്കിയിട്ട് വന്ന ശേഷം, അതായത് ഒരു 9-10 മണി വരെ ഓക്കെ, അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു മനസ്സിക്ക് ഭയങ്കര ഒരു ടെൻഷനോ അല്ല ഒരു മനസ്സിലൊരു നമ്മുടെ ഭാരം എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ തോന്നി. അതൊന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അതേപോലെ എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ കുറേ ആലോചിച്ചു. അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കി അറിയില്ല, എന്തെങ്കിലും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും നോക്കും. അതൊന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ TV കാണാനോ അതിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നിനും ഒരു താല്പര്യമില്ല. എന്താന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഇന്നലെ അങ്ങനെയല്ലല്ലോ വിചാരിച്ച് നാളെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ലൈവ് ചെയ്യണം, എനിക്ക് വാച്ച് ടൈം കൂട്ടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഒരു 10 മണിക്ക് ശേഷം എനിക്കാകെ മാറ്റങ്ങളാണ്. അത് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. അതെന്താണ് അങ്ങനെ വന്നത്, എന്താ സംഭവം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയത്. വേറൊന്നുമല്ല, ഇന്നലെ സൺഡേ ആയിരുന്നു. അതേപോലെ മിനിയാന്ന് ശനി ഞായറും അപ്പോൾ ആ ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളില്ല. അപ്പോൾ സ്കൂളില്ലാണ്ടിരുന്നപ്പോൾ വീട് നല്ല ബഹളവും അവരിനെ ചീത്ത പറഞ്ഞിട്ട് കുസൃതി കാണിച്ച് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അതേപോലെ ഒരു ബഹളവും ഒരു കത്തി നിലവിളിക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഇതിപ്പോൾ അമ്മ പണിക്കും പോയി, ഏട്ടൻ വെളിയിക്കും പോയി, ഞാൻ ഒറ്റയ്ക്ക്. എനിക്കെന്തോ ഭയങ്കര വല്ലാത്തൊരു ടെൻഷൻ പോലെ എന്തൊക്കെയോ തോന്നി. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തിങ്കളാഴ്ചകളാവുമ്പോഴാണ് എനിക്ക്, അമ്മയ്ക്ക് പണിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ആരെങ്കിലും ഒരാളുണ്ടാവും. അമ്മ പ്രത്യേകിച്ച് ഈ തിങ്കളാഴ്ച, ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയിലാണ് ഈ ടെൻഷൻ അനുഭവിക്കുന്നത്. കണ്ടില്ല ഇന്നലെ ഈ സമയത്ത് ഈ നേരം ആകുമ്പോൾ മക്കളുടെ ബഹളവും ചിരിയും, അതേപോലെ ഈ ടയറുകൾ 4 ആൾ ഓട്ടിച്ചിട്ടാണ് സ്കൂളില്ലെങ്കിൽ നടക്കുന്നത്. സ്കൂളില്ലെങ്കിൽ എന്നല്ല, സ്കൂൾ വിട്ട് വന്നാലും ഈ ടയറിലാണ് അവരുടെ കളി. പിന്നെ അത് വിട്ടാൽ അങ്ങനെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഷാള് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതൊന്ന് കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ പാറുക്കുട്ടിയുടെ കളി ഈ ഊഞ്ഞാലിലാണ്. അതേപോലെ മുറ്റത്ത് ഇന്നലെ ഈ മിനിഞ്ഞാന്ന് സ്കൂളില്ലാണ്ടിരുന്നപ്പോൾ നല്ല ബഹളവും കളിയും ചിരിയും. പെട്ടെന്ന് ഞാൻ ചീത്തയൊക്കെ ഒരുപാട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവരിന് കുറേ ചീത്ത പറഞ്ഞെങ്കിൽ കൂടി, പക്ഷെ ഇന്ന് ആ ഒരു നിമിഷത്തേക്ക് നമുക്ക് ദേഷ്യം വരുമ്പോൾ അവർ കുറുമ്പ് കാട്ടുമ്പോൾ എല്ലാ അമ്മമാരും ചീത്ത പറയുന്നതാണ്. അതേപോലെ ഞാൻ പറയും. പക്ഷെ പെട്ടെന്ന് ഇന്ന് അവർ സ്കൂളിൽ പോയപ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലായത് കേട്ടോ. നമുക്ക് എത്രത്തോളം അവർ മക്കളെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്നാലും അവര് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഏതൊരു അമ്മയായിക്കോട്ടെ, ഒരു 10 പ്രാവശ്യം നമ്മൾ പണി ചെയ്യുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരില്ലേ. അപ്പം മിണ്ടാണ്ട് ഇരിക്കട അവിടെ, വെറുതെ അമ്മ എന്ന് വിളിക്കണമെന്ന് പറയും. അതാരായാലും ഏതമ്മമാരായാലും എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവരതങ്ങനെ പറയും. അത് നമ്മുടെ ജോലിൻ്റെ ഇടയിൽ കൂടെ വെറുതെ അമ്മ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല ടെൻഷനിലിരിക്കുകയായിരിക്കും. അത് അവർക്കറിയില്ല, കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ അത് കഴിഞ്ഞു. പക്ഷെ ഒരു ശനി ഞായറും കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ശനി ഞായറും എന്ത് പറയും, ആ ദിവസം സ്കൂൾ വെച്ചാണെങ്കിൽ ഒന്ന് സമാധാനമായി, പിള്ളേരിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറയും. ഞാൻ പറയും കേട്ടോ, നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറയും. പറഞ്ഞാൽ കൂടി ആ ദിവസം ഞാൻ ചിന്തിക്കുകയും ചെയ്യും, വേഗം ഒന്ന് തിങ്കളാഴ്ച ആയാൽ മതിയെന്ന് ആലോചിക്കും. പക്ഷെ തിങ്കളാഴ്ച ആയാൽ ഇതാണ് വീട്ടിലെ അവസ്ഥ കേട്ടോ. വീടൊക്കെ ഉറങ്ങിയ പോലെയാവും. പിന്നെ എനിക്ക് പിന്നെ എന്തെങ്കിലും നമ്മൾ പണി ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് വല്ല സ്നാക്സ് എന്തെങ്കിലും തിന്നാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. മക്കളെ വരുമ്പോഴേക്കോ അവർക്ക് ഉണ്ടാക്കണം എന്നല്ലാണ്ട് പണിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് മിണ്ടാതിരിക്കണി ഭയങ്കര ഒരു
ടെൻഷനും എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, മക്കൾ ഞാൻ ഇന്ന് രാവിലെയാണ് ആലോചിച്ചിട്ടോ ഇന്നലത്തെ കാര്യം. എൻ്റെ മൂത്തമോൻ വെറുതെ അമ്മ വിളിച്ച് വെറുതെ ബാക്കിൽ നടന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, വെറുതെ അമ്മ ഒന്ന് വിളിക്കണ്ടടാ, എത്ര വിളിക്കും, ഇനി വിളിച്ച് അടി കിട്ടും, ഒന്നും ഒരു ജോലി ചെയ്യാനും അയക്കില്ല, പണി ചെയ്യാനും അയക്കില്ല, വെറുതെ അമ്മ എന്ന് വിളിക്കുന്നേ പറയേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മക്കൾ ഒരു ജനറേഷൻ വരെ വെറുതെ അമ്മൻ്റെ പിന്നാലെ അമ്മ എന്ന് വിളിച്ച് നടക്കുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ ഒരു ഏജായി കഴിഞ്ഞാൽ എല്ലാ മക്കളും ഇല്ല, ഒരു ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അമ്മ എന്ന് വിളിക്കുന്നത് ഭക്ഷണത്തിന് മാത്രമായിരിക്കും. അമ്മ അത് വേണം, ഭക്ഷണം എടുത്തു തരികയാണ്, അല്ലെങ്കിൽ അമ്മ എനിക്കത് വേണം, എന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് മാത്രമായിരിക്കും അവർ അമ്മ എന്ന് വിളിക്കണം. അല്ലാതെ പിന്നെ അവർ ഒന്നിനും വിളിക്കില്ല. അത് എല്ലാ മക്കളിനെയും അല്ല കേട്ടോ, ചില മക്കൾ ഇപ്പോൾ ഇനിയുള്ള ജനറേഷൻ അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അമ്മ എന്ന് വിളിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി മെച്യൂരിറ്റിയായി അവർക്ക് മാരേജ് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ തീരെയില്ല. പിന്നെ അമ്മ അവൻ്റെ ഒരു വിളിക്ക് വേണ്ടി നമ്മ ആലോചിക്കുമ്പോൾ അയ്യോ എൻ്റെ മകൻ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട് എത്രയായി, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മ ചിന്തിക്കില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, എനിക്ക് തോന്നിയത് പറയുന്നത്. അപ്പോൾ മക്കൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇനി ആരും അങ്ങനെ ചീത്ത പറയരുത്. വെറുതെ നമ്മളുടെ ഒരു ടെൻഷനിൽ അങ്ങനെ പറയുമെങ്കിൽ കൂടി ഒരു ഫീലിങ്സാണ്. ഞാനൊക്കെ പറയുന്നുണ്ട് വെറുതെ അമ്മ എന്ന് വിളിച്ചിട്ട് അടി കിട്ടുമെന്ന് പറയും. പക്ഷെ പെട്ടെന്ന് ഇന്ന് എനിക്ക് രാവിലെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നു. അവര് വലുതായി കഴിഞ്ഞ് വിചാരിക്കും ഒരു അമ്മ എന്നുള്ള ആ വിളികൾക്ക് എത്ര വയസ്സായ അമ്മമാര് കൊതിക്കുന്നുണ്ടാവില്ലേ, എത്ര പേര് എന്താ പറയുക ആ ഒരു വിളിക്ക് കാതോർത്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ നമ്മൾ ഈ പ്രായം, അതായത് കുട്ടികളുടെ ഈ പ്രായം പരമാവധി മക്കളോട് കളിച്ച് എൻജോയ് ചെയ്തിരിക്കുക. അവർക്ക് ഫോൺ കൊടുക്കാതെ, ഫോൺ കൊടുക്കണ്ടെന്നല്ല, അവരുടെ ആവശ്യത്തിന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ ഫോൺ, ഒരു അരമണിക്കൂർ മാക്സിമം അവർക്ക് ഒരു ദിവസം അരമണിക്കൂർ ഇങ്ങനെ യൂസ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ വാങ്ങി വെച്ച് അവരുടെ ഒപ്പം എന്താ പറയുക കളിച്ചും ചിരിച്ചും ജീവിതം നന്നായി ആസ്വദിക്കുക. അതാ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.